ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചെറിയ വീഡിയോ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിലൊക്കെ നമ്മൾ പിയാനൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പിയാനൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു ചെറിയ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മൊബൈൽ ഫോണൊന്നും അല്ലാതെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്താ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലാണെങ്കിൽ ഇവിടെ അതേപോലെ ഇങ്ങനെ അതേപോലെ ചെയ്യും. പക്ഷേ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പിയാനോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും ഒരു കുട്ടികൾക്കൊക്കെ അട്രാക്റ്റീവായി തോന്നുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ കീകളായിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം ഇവിടെ തന്നെ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശബ്ദം കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ സ്പീക്കർ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പീക്കർ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ അതിനുള്ള ഹോളും കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ബാക്ക് ഭാഗത്തോട്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ക്ലോക്കിലേക്ക് ഇടുന്ന ആ ബാറ്ററി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ബാറ്ററി രണ്ടെണ്ണം അതിലോട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്താൽ സംഭവം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിലോട്ട് നമുക്ക് ബാറ്ററി കാരണം ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. സംഭവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയാണ്ട് ബാറ്ററി കാരണം ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ടായിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. സാധാരണ രണ്ട് ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ബാറ്ററി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബാറ്ററി ഇട്ടു, രണ്ടാമത്തെ ബാറ്ററി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി കാലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ടായിട്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഭാഗത്തോട്ടായിട്ട് സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കണം. അപ്പോൾ സ്വിച്ച് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ശബ്ദം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സംഭവം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് വെച്ചിക്കാണ്ട് ഇനി ഗായ്സ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിക്കാണ്ട് ഞാൻ ഈ സംഭവം പിന്നെ അതേപോലെ മൊബൈൽ ഫോണിൽ പിയാനോ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടോ പിയാനോ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ സംഭവം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാഗത്തോട്ട് തിരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കേൾക്കാനും വേണ്ടിയാണ് മൈക്കിങ് കാര്യമൊക്കെ ഈ ഭാഗത്തോട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കേൾക്കുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബട്ടൺ ഒന്ന് ഓണാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടൺ ഓണാക്കി കൊടുത്തിട്ടുണ്ട്, ഓണാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ കീകളായിട്ട് നെക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, സംഭവം കുഴപ്പമില്ല കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് വെല്ല നെക്കി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. പക്ഷേ ഇതൊന്ന് അമർത്തി വെക്കണം കേട്ടോ. സാധാരണ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് അമർത്തി കൊടുത്താൽ മാത്രമേ ശബ്ദം പുറത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെല്ല നെക്കി കൊടുത്താൽ ശബ്ദം വരുന്നില്ല. അപ്പോൾ അത് ചെറിയ പ്രശ്നമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാട്ടോ. എന്നാലും മൊബൈലിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൊബൈൽ ഫോണും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിയാനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മൊബൈൽ ഫോണിലൊന്ന് ചെയ്ത് നോക്കാം. എനിക്കങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും വെറുതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതൊന്നുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഈ പിയാനോട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പിയാനോ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. മൊബൈലിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈലിൽ തന്നെ കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ സംഭവം അത്ര പോരാ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ കൈ വെച്ചാണെങ്കിൽ അമർത്തി പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ശബ്ദം വരുന്നുള്ളൂ കേട്ടോ. മറ്റു നമ്മൾ സാധാരണ മൊബൈൽ ഫോണൊക്കെ എന്താ അതേപോലെ ഒന്ന് മെല്ലെ നെക്കി കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ അമർത്തിക്കാണ്ട് നെക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടു. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അത്
സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല. ചെറിയ രീതിയിലൊക്കെ അത് പ്രശ്നം വരുന്നുണ്ട്. പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആവുന്നില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്നാലും സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പിയാനോ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്കുള്ള കേട്ടോ, നമുക്കുള്ളതെന്നല്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിക്കാണ്ട് ഉപയോഗിക്കട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ വീണ്ടും കാണാതിലേക്കും. ഗുഡ് ബൈ.